ഇൻഡിയാനയിലെ ഗ്രീൻസ്ബർഗിലുള്ള ഒരു ലാസ്റ്റ് സപ്പർ മ്യൂസിയത്തിലാണ്. ഇവിടെ ഒരുപാട് ലാസ്റ്റ് സപ്പർ പിക്ചേഴ്സ് ഉണ്ട്. ഇത് വളരെ നല്ലൊരു മ്യൂസിയമാണ്. ഇവിടെ ഒത്തിരി കൺട്രീസ് പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ പെസഹാപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് നമുക്ക് മ്യൂസിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു പരിചയമുള്ളൊരു സിസ്റ്ററിനോട് ചോദിച്ചായിരുന്നു, അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. സാധാരണ ചിലരൊക്കെ നമ്മൾ വട്ടയപ്പമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് പള്ളിയിലൊക്കെ. പക്ഷെ വട്ടയപ്പമൊക്കെ പുളിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. വട്ടയപ്പം അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നൊക്കെ സഹായിക്കുക. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചുമ്മാ ഒന്ന് അടുപ്പേ വെച്ച് ചൂടാക്കിയിട്ട് കുതിർക്കാൻ വെച്ചേക്കുന്നത്. ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. വേണ്ടത് അരിപ്പൊടി. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പച്ചരി ഉഴുന്നിൻ്റെ കൂടെ തന്നെ കുതിർക്കാൻ വെക്കാം. വറക്കാത്ത 1 കപ്പ് അരിപ്പൊടി. പിന്നെ ഒരു 7 ചുമന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 1 കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ നമ്മൾ പുളിപ്പിക്കാത്ത അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് പുറത്ത് വെക്കാം. അതിനൊക്കെ ഉണ്ടാക്കണം. നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും നമ്മൾ 1 കപ്പ് തേങ്ങ അല്ലേ എടുത്തേ, അതിൻ്റെ പകുതി ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും ഉഴുന്നും പിന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഈ 4 സാധനങ്ങളുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരിപ്പൊടിയും ജീരകം പൊടിച്ച് കൂടെ ചേർക്കാം. അരിപ്പൊടി ചേർത്തു. നമുക്ക് ജീരകം, ഉപ്പും, ബാക്കി ഇരുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. 1/2 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം പോലെ ഒന്നും ആവല്ല. ഇഡ്ഡലി മാവൊക്കെ പോലെ ഒരു ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കണം. ഞാനിതൊരു 1 മണിക്കൂർ വെച്ചിട്ടാണ് ആവിയിൽ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാവിൻ്റെ അകത്തുനിന്ന് ഒരു 2-3 സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പെസഹാപ്പാൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചേർക്കാനായി. ഇത് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും. ഉള്ളിയുടെയും ഉഴുന്നിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് പാലിന് കിട്ടും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് മാവ് ഒഴിച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഓശാനയ്ക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോല വെച്ച് ഒരു കുരിശ് പോലെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അകത്തോട്ടൊന്ന് കയറിയിരിക്കുന്ന പോലെ. അപ്പം ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ആവി വന്നു തുടങ്ങി. ഇനി നമുക്കിത് അപ്പം വേവിക്കാൻ വെക്കാം. ഇത് വേവാനായിട്ടൊരു 20 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ മതി. അപ്പം നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെസഹാപ്പാലിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ വീട്ടിലെ മൂത്ത ആൾ വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ട്രഡീഷൻ. മൂത്ത ആൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. അപ്പം നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും മാവ് നേരത്തെ വീക്കെൻഡിലൊക്കെ അരച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വ്യാഴാഴ്ച നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കണം. നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കരുത്. നമ്മുടെ ട്രഡീഷനാണ്. എല്ലാവരും കീപ്പ് ചെയ്യാനായിട്ടും പിള്ളേരെ കാണിച്ചു കൊടുക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ആൻറ്റിയോട് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നുള്ള കാര്യം ചോദിക്കാം. It started out as a souvenir on a trip that we had made because my husband is a pastor at the time. Last Supper pieces were the first Last Supper piece would have been a souvenir from the trip that we had taken. But eventually we found other Last Supper pieces. And we now have a large collection of it, which we now display in the Last Supper Museum. We have pieces from all over the world, probably 60 different countries represented. And that's good to know that Christianity is spread around the world into all these other countries and the different traditions that people have and different customs and just the styles. And to know that everyone is celebrating the Last Supper as we are.